ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ കാണാണ്ട്. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് സമയപരിമിതികൾ കൊണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നു പോയി നമ്മുടെ വീഡിയോ എടുക്കുന്നതിലൊക്കെ. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സബ്സ്ക്രൈബർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും പോകരുത്, ഞാൻ എവിടെയും പോയില്ല. ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബർ ഒന്ന് കൂട്ടിക്കിട്ടാൻ എല്ലാവരും ഒന്ന് സഹായിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും നന്നായിട്ട് കാണാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്തൊന്നും ആരും പോകരുത്. അപ്പം ഞാനൊരു കാര്യം കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോവല്ലേ, എല്ലാവരും വീഡിയോ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നമ്മുടെ കോഴികളുടെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഉഷാറായിരിക്കുന്നുണ്ട് കേട്ടോ. അവർ നന്നായിട്ട് മുട്ടയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ പുറത്ത് കൊടുക്കുന്ന രീതിയിൽ എന്നും അങ്ങനെ തന്നെയാണ് പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം, നമ്മളൊരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടെ കോഴീനെ ഇറക്കാൻ വിചാരിക്കുന്നുണ്ടെന്ന്. കാരണം ഇപ്പം നിലവിൽ നമ്മൾ കോഴിമുട്ട എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കോഴീനെ ഇറക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് പിന്നെ നമ്മളെ ആ കോഴിക്കടയിലുള്ള ആ ചേച്ചി, പിന്നെ അത് നടത്തുന്ന ചേച്ചി പറഞ്ഞത്, ഇങ്ങനെയൊരു സ്ഥലത്ത് കോഴി ഒരു മാസം പ്രായമായ, അതായത് മുട്ടയിട്ട് തുടങ്ങിയ കോഴി പിന്നെ കൊടുക്കാനുണ്ട് ഒരു വീട്ടിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ നമ്പർ വാങ്ങി അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം അവർക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അവരെ മക്കളൊക്കെ വിദേശത്തൊക്കെയാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ BP കൂടുതലും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് അവർക്ക് ഇതിനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നോക്കാനൊക്കെ കുറച്ച് പ്രയാസമായതുകൊണ്ട് അവർ ഒഴിവാക്കേണ്ടി വന്നു. അവർ നല്ല രീതിയിലൊക്കെ പിന്നെ കൂടൊക്കെ സെറ്റാക്കി നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ കൂട് വെച്ചത് തന്നെ ഒരു വേറെ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഒരു ഇതൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ആ ഷീറ്റൊക്കെ ഇട്ട് മറച്ച് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കൂട് കാണാൻ തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് അതിൻ്റെ ഉള്ളിലായിരുന്നു ആ കൂട് വെച്ചത്. അപ്പോൾ അവർ നല്ല രീതിയിൽ വളർത്താം എന്നൊക്കെ വിചാരിച്ചായിരിക്കാം അതിനെ വാങ്ങിയതൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അവർക്ക് വന്നതുകൊണ്ട് അവരതിനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അവർ മകളുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ കോഴികളെ എടുത്ത് കൊണ്ടുവന്നു. മൊത്തം ഈ കൂട്ടിലൊരു 23 കോഴികളാണ് ഉള്ളത്. അവർ 23 കോഴികളെയാണ് അവരന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം 30 കോഴികൾ സുഖമായിട്ട് കൊള്ളുന്ന കൂടാണിത്. പക്ഷേ ഇത് കൊത്തു കൂടുന്നതിന് പേടിച്ചിട്ട് അവർ 23 എണ്ണത്തിൽ ചുരുക്കിയതാണ്. അപ്പം ഞാൻ ഇപ്പോൾ വാങ്ങിയപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ കോഴികളെ ഒരു 5 എണ്ണം എന്തായാലും ഒരു കള്ളിയിലായിട്ട് കൊള്ളും. അപ്പോൾ അങ്ങനെ ഇതുവരെ അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് ചെറിയ കോഴികളെയും കൂടെ വാങ്ങിയിടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൂട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരിപ്പം പച്ച നെറ്റ് വെച്ചിട്ട് ഫുള്ള് കൂട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തു നിന്നുള്ള ഇങ്ങനത്തെ ജീവികളോ കാര്യങ്ങളോ ഒന്നും ആക്രമിക്കുകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ കൂട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തൊന്നും നമ്മൾ കാണുന്നില്ലേ, ചെറിയ കണ്ണികളായിട്ട് നല്ലോണം പച്ചനെറ്റ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ വെച്ച കൂട് അവർ വെച്ചത് അവരെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷീറ്റിൽ നമ്മൾ മേലെയൊക്കെ ഇടുന്ന ഷീറ്റ് ഉണ്ടാവില്ല, ആ ഷീറ്റ് ചുറ്റുപാട് 4 ഭാഗവും മറച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കൂട് വെച്ചത്. അപ്പോൾ ഈ നായി കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജീവികളും ഉള്ളിൽ കയറൂല. കാരണം അങ്ങനെ സേഫായിരുന്നു ഈ കൂട്. പിന്നെയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് അവർ കൊണ്ടു നടന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അവർ വാങ്ങിയിട്ടും പോറ്റുന്നു ഒന്നും ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് വയ്യാത്തതുകൊണ്ടാണ് അവരിപ്പോൾ കൊടുക്കേണ്ടി വന്നത് കേട്ടോ. പിന്നെ നമ്മളിപ്പം സ്ഥിരമായിട്ട് കോഴിമുട്ട നമുക്ക് കൊടുക്കാനുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്ക് 3 ട്രേ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം രാവിലെ കുറച്ച് മുട്ടകളെ രാവിലെ എന്തായാലും കിട്ടും. ഒരു 12 മണി ഒക്കെ സമയമാകുമ്പോഴേക്കാണ് ഏകദേശം ഒരു 11:30 10:11 അതിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാ കോഴികളും മുട്ടയിടും. എന്നാലും 1-2 എണ്ണങ്ങളൊക്കെ കുറച്ച് വൈകുന്നേരത്തേക്കൊക്കെ ആയി പോവാറുണ്ട്. എന്നാലും 2 ട്രേ നമുക്ക് എന്തായാലും ദിവസേന നമുക്ക് കൊടുക്കാനുണ്ടാവാറുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു ദിവസമൊക്കെ വൈകിപ്പോയാൽ ഒരു 4 ട്രേൻ്റെ തോതിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം ഇപ്പം എനിക്ക് നമ്മുടെ ഈ കോഴിമുട്ടയ്ക്ക് 9 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാൻ വേറൊരു കടയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ 9 രൂപയ്ക്ക് എനിക്ക് തരലുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ
നമുക്കിതിൽ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ലാഭത്തിൽ തന്നെയാണ് നമ്മളെ കാര്യം പോകുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കോഴിക്കോട് വാങ്ങാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എടുത്ത് വെച്ച് ഇനിയിപ്പം നമുക്കിന്ന് കോഴിമുട്ട കൊടുത്തിട്ട് വരാം.